ഞാൻ എനിക്കൊരു കോഫി വാങ്ങിച്ചിട്ടുണ്ട്. മീനു എന്നിപ്പോൾ ആരാ വിളിച്ചു? ചേച്ചി ചേട്ടാ, रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया, रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया, रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया, रब्बा मुझे क्या हो गया, रब्बा मैंने दिल खो गया. Yeah, look at me, you're looking. You're lucky. മിന്നു, നീ എപ്പോഴാടി വന്ന്? എന്നിട്ടെന്താ നീ വിളിക്കാൻ? ഞാൻ ഇന്നലെ രാവിലെ വന്നു. ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ച, പിന്നെ നല്ല തിരക്കൊക്കെ ഉള്ള ആളല്ലേ, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഓ, അതെന്താടി അങ്ങനെ ഒരു ടോക്ക്? ഞാൻ ചുമ്മാ പറഞ്ഞേ. ഞാൻ എന്തായാലും ഇന്നലെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല, സാധനങ്ങളൊക്കെ അടുക്കിപ്പിടിച്ച് വയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിളിക്കാതിരുന്നത്. ഇതെന്താ ഇവിടെ ക്ലാസ് ഉണ്ടോ? ക്ലാസ് ഒന്നുമില്ല, ലാബായിരുന്നു. അപ്പം പിന്നെ ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഓ, അപ്പം ഇന്ന് നിങ്ങളുടെ ഓറിയൻറ്റേഷൻ ആയിരുന്നല്ലേ? എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ്റെ ആരോ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഓറിയൻറ്റേഷൻ ആണെന്ന് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ആണെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ ഇന്നലെ വന്നൊന്നും എനിക്കറിയില്ല. നീ പറഞ്ഞത് ഉടനെ വരുന്നല്ലേ? അതെ, ഞാനും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നൊരു ദിവസം ആവി പറഞ്ഞു ഇപ്പം തന്നെ കട്ടിങ് കടക്കൊക്കെ എടുത്ത് വന്നോളാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് സർപ്രൈസ് തരാമെന്ന്. പക്ഷെ ഇപ്പം സർപ്രൈസ് കിട്ടിയത് എനിക്കാണല്ലോ. ഓ, അത് ശരി. അല്ല, എന്തെൻ്റെ ഓറിയൻറ്റേഷൻ അല്ലേ? എന്താ ഓറിയൻറ്റേഷന് പോകാൻ ഇവിടെ കറങ്ങി തിരിഞ്ഞോണ്ടിരിക്കണേ? ഓറിയൻറ്റേഷന് ഒക്കെ പോ. ഓ, പിന്നെ താരാ പറഞ്ഞേ? സത്യം പറഞ്ഞു, നീ ക്ലാസ് ഭംഗിയിട്ട് വന്നിരിക്കല്ലേ ചേട്ടാ? ശരി, എന്നെ പോലെയാണോ നീ? നീ ഇന്നലെ അല്ലേ ഇങ്ങോട്ട് വന്ന് പഠിക്കാൻ വേണ്ടി? നല്ല പഠിത്തമാണ്. ഓ, പിന്നെ ഞാനൊന്ന് പൊക്കെ. അവിടെ ഇരുന്ന് മനുഷ്യന് ഉറക്കം വന്ന് ചത്തുപോയി. അവിടെ നിന്ന് എങ്ങനെയൊക്കെയാ രക്ഷപ്പെട്ട് വന്നതെന്ന് എനിക്കറിയുള്ളൂ. എൻ്റെ മോളെ, ഇത് വെറും തുടക്കം മാത്രം. അപ്പൊ തന്നെ നിനക്ക് മടുത്താ? ഇയാള് കൂടുതലൊന്നും പറയണ്ട. ഇയാളോട് ഞാൻ 1000 വട്ടം ചോദിച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്ന്, ഇത് നല്ല കോളേജാണോ, ഫണ്ണാണോ, അടിപൊളിയാണോ എന്നൊക്കെ. എന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞ? ഇതുപോലൊരു നല്ല കോളേജ് ലോകത്തുണ്ടാവില്ല. ഫുൾ കൊള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കായിരുന്നല്ലേ നിങ്ങള്. നീ വന്നിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ, ഇപ്പൊ തന്നെ അത് തിരിച്ചു പറയാൻ മാത്രം എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ഈ കൂടുതൽ ഇനി എന്തുണ്ടാവാനാണ്? ഒരു വൃത്തികെട്ട ഹോസ്റ്റൽ അല്ല, ഹോസ്റ്റല് വൃത്തികെട്ടതാന്ന് ഞാൻ പറയില്ല, എന്നാലും ഒരുമാതിരി ജയില് പോലെ. പിന്നെ എന്താ ഓറിയന്റേഷനിൽ ഇരുന്നിട്ട് തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ഈ 5 കൊല്ലം ഇനി ഇവിടെ എന്തുമാതിരി ബുദ്ധിമുട്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ചോദിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്ന്, എന്നിട്ട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അതിന് നിന്നോട് ആരാ ഹോസ്റ്റലിൽ പോയി നിൽക്കാൻ പറഞ്ഞേ? ഞാൻ അതുകൊണ്ടാണല്ലോ ആദ്യം വന്നപ്പോൾ തന്നെ ഹോസ്റ്റലിൽ നിൽക്കാതെ പുറത്ത് അപ്പാർട്ട്മെന്റ് എടുത്ത് നിൽക്കണേ. നീ ഹോസ്റ്റലത്തെ കാര്യം എന്നോട് ചോദിച്ചാൽ എനിക്ക് എങ്ങനെയാ അറിയാം? ഞാൻ ക്യാമ്പസ് ലൈഫിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു, ഞാൻ ചെന്നൈ ലൈഫിന്റെ കാര്യമല്ലേ പറഞ്ഞു. ക്യാമ്പസ് ലൈഫൊക്കെ എന്ത്, ഹോസ്റ്റലിൽ ഇരിക്കണവർക്ക് അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മോള് അപ്പാർട്ട്മെന്റിലേക്ക് ചാടാൻ നോക്കിക്കോ. ചെന്നൈ ലൈഫാ? എന്തോന്ന് ചെന്നൈ ലൈഫ്? ഇവിടെ കാലെടുത്ത് വെച്ചപ്പോഴൂടെ എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ചെന്നൈ ലൈഫ്.
ആ പിന്നെ അപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പം മാറാൻ എൻ്റെ വീട്ടിൽ ചോദിച്ചാലും മതി. ഇതാകുമ്പോ കാലം തല്ലും കയ്യുണ്ട് തല്ലി ഓടിക്കും. അതിന് നീ ചെന്നൈയുടെ 1% പോലും കണ്ടിട്ടില്ലല്ലോ മോളെ. ചെന്നൈക്ക് വേറൊരു സൈഡുണ്ട്, ഇവിടെ പലർക്കും അറിയാത്തൊരു സൈഡ്. അത് കണ്ടവരാരും ഇങ്ങനെ പറയില്ല. അത് നോക്കിയാ പറയണേ അപ്പാർട്ട്മെന്റിലേക്ക് മാറാൻ. ഇല്ലെങ്കിൽ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കാനേ ഉണ്ടാവുള്ളൂ. എന്നെ കണ്ടില്ലേ, ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാം. ഒരു പഠിപ്പിയായി നീ അത് പറയരുത് പ്ലീസ്. എവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്നാലും നീ പഠിക്കും. ആ നിനക്ക് കുറച്ച് നീവിളി കൂടിയിട്ടുണ്ടല്ലോ. എന്ത് പറ്റി? മുമ്പ് റിസൾട്ടാന്നല്ലാതെ നിന്റെ വായിൽ വേറൊന്നും വരാറില്ലല്ലോ. എന്താണ് ഉദ്ദേശം? എന്തുദ്ദേശം? എനിക്ക് ഉദ്ദേശമൊന്നുമില്ല. പിന്നെ വെറുതെ റിസൾട്ടെന്നൊക്കെ വിളിച്ചിട്ട് ഇയാൾക്ക് കുറേ വയസ്സ് തോന്നിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എനിക്ക് വിഷയമൊന്നുമില്ല, ഞാൻ വേണേ വിളിക്കാലോ. പിന്നെ ഇയാൾക്ക് എന്നെക്കാട്ടിലും 3-4 വയസ്സ് വലുതായതുകൊണ്ട് വയസ്സൊക്കെ ആയി വരില്ലേ, വെറുതെ അത് ആൾക്കാരെ കൂടി അറിയിക്കണമെന്ന് വിചാരിച്ചിട്ടാ. ഓ ഇടയ്ക്ക് എനിക്കിട്ടൊരാക്കല്. അതിനിപ്പം അല്ല, നിനക്കിപ്പോൾ എത്ര പ്രായം? 17 18 നിനക്ക്? ആ കണ്ടാ പറയില്ലെങ്കിൽ എന്താ, നിനക്ക് ബുദ്ധി വളർച്ച തീരെയില്ല എന്ന് ആൾക്കാർക്ക് കണ്ടാ മനസ്സിലാവും. ഓ ഹലോ, ഞാനിവിടെ ചായ കുടിക്കാൻ വന്നല്ലേ. ചായ കുടിച്ചിട്ട് പോട്ടോ, എന്നിട്ട് അടിക്കാൻ നീ കണ്ട. സംസാരത്തിന് യാതൊരു മാറ്റമില്ല. നാവിപ്പോഴും 2-3 മീറ്റർ അധികമുണ്ടല്ലേ. ആ ഇവിടെ ഒരാളോട് സംസാരിക്കണമെങ്കിൽ 2-3 മീറ്റർ എക്സ്ട്രാ അല്ലെങ്കിൽ പറ്റില്ലല്ലോ. നിന്റെ സംസാരത്തിന് മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ, പക്ഷെ നിനക്ക് എന്തൊക്കെയോ മാറ്റമുണ്ട്. കൊള്ളാം. മാറ്റം? എന്ത് മാറ്റമാണ്? ഒരുപാട് മാറ്റമുണ്ട്, മുമ്പ് കണ്ടതുപോലെ അല്ല. ഇത് കളിയാക്കി പറയുന്നതാണോ അത് ശരിക്ക് നല്ല രീതിയിൽ പറയുന്നതാണോ? എൻ്റെ പൊന്നു, നല്ല അർത്ഥത്തിൽ പറഞ്ഞാണ് മാഡം. കൊള്ളാം. അല്ല, ചായ കുടിക്കാൻ പോണില്ലേ? ഞങ്ങൾ ഇവിടുന്ന് മാറിയിക്കട്ടെ, ഇല്ലെങ്കിൽ അവിടെ നിന്ന് ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ പിന്നെ അത് മതി. ഓ അത് പറഞ്ഞപ്പോഴാ ദേവു തേസേട്ടാ, ഇതാണ് ദേവു, എൻ്റെ റൂംമേറ്റാണ്. എൻ്റെ അതേ ബാച്ചാ, ഞങ്ങൾ ഒരേ ക്ലാസ്സാ. എവിടെ പിന്നെ ഹായ് ചേട്ടാ, എൻ്റെ പേര് ദിയ എന്നാണ്. ഞാൻ കൊച്ചിന. ഓ ഹലോ ദിയ, നൈസ് ടു മീറ്റ് യു. ഞാൻ തേജസ്, ഇവിടെ 4th ഇയർ AI എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കും. ഓ അപ്പോൾ എൻ്റെ കസിൻ തന്നെ അറിയുമായിരിക്കും, ആദിത്യ. 4th ഇയർ തന്നെയാണ്, AI ഡിപ്പാർട്ട്മെൻറ്റ്. ഓ യെസ്, ഓ മിന്നു, ഞാൻ അപ്പോഴേ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിൻ അത് ഇവളാണോ? ഇന്നലെ ആദ്യം എന്നോട് പറഞ്ഞിരുന്നു അവൻ്റെ കസിൻ വരുന്നുണ്ടെന്ന്. ഓ ശരി, ഓക്കെ. എന്നിട്ട് അവൻ നേരത്തെ ക്ലാസ്സിൽ പോയല്ലോ, ലാബിൽ നിൽക്കാതെ. ആ എനിക്കറിയാം, എന്നോട് പറഞ്ഞായിരുന്നു. ശരിയാണ് മിന്നു, ഞാൻ ഇറങ്ങാണ് കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത് കേട്ടോ. എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോണം. എവിടെയെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. ശരി, എന്നാ ഞാൻ പോവാണേ, പിന്നെ കാണാം. ഞാൻ വിളിക്കാം. ശരി, ബൈ. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ മിന്നു ആരാ? നീ വിചാരിച്ചേട്ടൻ എന്തിനാ നിന്നെ മിന്നു എന്ന് വിളിക്കുന്നേ? അല്ല, ആരാ അയാളാരാ നിന്റെ? അയ്യോ ടു ലവേഴ്സ്? നിനക്കിതിൻ്റെ വിശദീകരണം നോക്കി ഇപ്പം തന്നെ വേണോ, അതോ ഇവിടെ നിന്ന് മാറി നിന്നിട്ട് മതിയോ? ഇവിടുന്ന് ആരെങ്കിലും നമ്മളെ കണ്ടാൽ പിന്നെ അത് മതി. നീ ഇങ്ങോട്ട് വാണ്ട കൂടെ, എനിക്കിന്ന് ഫുൾ എക്സ്പ്ലനേഷൻ വേണം. അതും പറഞ്ഞുകൊണ്ട് ദേവു അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ശരി നീവി, ഇനി നീ പറ, നമ്മളപ്പോഴും കണ്ട ചേട്ടനാരാ? നിന്റെ ലവറാണോ? പക്ഷെ നീ ലവറുള്ള പോലെ ഒന്നും ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇനി നീ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. ആരാ ചേട്ടൻ? എൻ്റെ ദേവു, നീ എന്തിനാ ചുമ്മാ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? ശരി, എന്താ നിനക്ക് പറയണ്ടേ? ആ പോയ ചെക്കൻ ആരാന്നല്ലേ? പറഞ്ഞുതരാം.
ആരാന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. കാരണം അവന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുക. പറഞ്ഞു വരുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണെന്ന് പറയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബ്രദറാണെന്ന് പറയാം, സ്കൂളിൽ എൻ്റെ സീനിയർ ആയിരുന്നെന്നും പറയാം. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്കിഷ്ടം തോന്നിയ ആളാണെന്നും പറയാം. ഇതല്ലാതെ എൻ്റേതാണെന്ന് പറയാൻ മാത്രം ഞങ്ങൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇതുവരെ ഇല്ല, ഇനി എങ്ങോട്ടുണ്ടോയെന്നും എനിക്കറിയില്ല. സമാധാനമായോ നിനക്ക്? എന്താ? അപ്പോൾ ആ ചേട്ടൻ നിൻ്റെ ക്രഷാണോ? ക്രഷ് ഇത് അതൊന്നും പറഞ്ഞാൽ അപ്പം മനിക്കല്ല മോളെ. ഇതൊക്കെ അതിനപ്പുറത്ത് വല്ലതുണ്ടെങ്കിൽ അതായിരിക്കും. എനിക്ക് മനസ്സിലായില്ല. നീ ഒന്ന് തെളിച്ച് പറ, മുഴുവൻ പറ, എനിക്ക് ഫുള്ള് കേൾക്കണം. പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ദയാ പോയ ഐറ്റല്ലേ എന്നെ ഇട്ട് ഒരുപാട് കറക്കിയതാ. എന്നിട്ട് കല്ല് പോലെയുള്ള ഒരിക്കൽ പോലും എന്നോട് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാനാ? ഇഷ്ടമല്ലല്ലോ, അതെനിക്കറിയാം. അതെങ്ങനെ നിനക്കറിയാം? നീ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടോ? എന്തിനാ നിന്നെ റിജക്റ്റ് ചെയ്താ? നിങ്ങളൊന്നും പറയാലോ, മോശം. 10,000 മോറാ മൈനസ്. പ്രപ്പോസാ? ഒരു പോയടി. പ്രപ്പോസ് പോയിട്ട് അയാളുടെ കണ്ണി നോക്കാനുള്ള ധൈര്യം പോലും എനിക്ക്. അയാളെ ആ 1 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് കണ്ടാൽ പോലും എൻ്റെ പൊട്ടുകാലടിക്കാൻ തുടങ്ങും. അപ്പോഴാ പ്രപ്പോസ്. പിന്നെ പ്രപ്പോസ് എന്നും പറഞ്ഞ് പോയി ചെന്നാൽ മതി, അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറ. അതുകൊണ്ട് ഞാൻ അതൊക്കെ എന്നെ ഉപേക്ഷിച്ചതാണ്. നമ്മൾ ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന മുമ്പ് അയാൾക്ക് നമ്മളോട് ഇത്തിരെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് അറിഞ്ഞേക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ അങ്ങനെയൊന്നുമില്ല, അതെനിക്ക് പണ്ടേ അറിയാം. അതുകൊണ്ട് ഈ കോപ്പ് എന്നുള്ള സംഭവങ്ങളൊന്നും എനിക്കില്ല. അതൊക്കെ ഞാൻ എന്നെ ഉപേക്ഷിച്ച വർഷങ്ങൾക്ക് മുമ്പ്. അല്ല, അപ്പം ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ. നിനക്കിപ്പോൾ ഇപ്പം നിനക്ക് അയാളെ ഇഷ്ടമല്ലേ? അയാൾക്കറിയില്ല നിനക്ക് അയാളെ ഇഷ്ടമാണെന്ന്? നീ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാടി പൊടുത്തി അയാൾക്കറിയാം? ഇപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ആവശ്യത്തിന് ഊക്കി ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി പോയി പറയാൻ വേണു, അപ്പം കിട്ടും കുറേ. അതുകൊണ്ട് ഞാനതൊന്നും പറയാൻ പോയില്ല. എടി, നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അതേ ഇഷ്ടം അയാൾക്ക് നമ്മളോട് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. അതിനൊരുപാട് അറിവും വിദ്യാഭ്യാസമൊന്നും വേണ്ട. അത് അവർ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ടീസ് ചെയ്താൽ മതി. അവർ നമ്മളെ നോക്കിയുള്ള ചിരിയും നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അത് പറയാൻ പറ്റില്ല. അയാൾ എനിക്ക് വേണ്ടി ചെയ്ത ഓരോരോ കാര്യങ്ങൾ കൂട്ടിക്കണക്കി വെച്ചിട്ട് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എൻ്റെ മോളെ ഞാൻ എന്താ പറയുക, പഠിച്ച പണി 18 നോക്കിയതാ. എനിക്ക് മറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നിൻ്റെ കണ്ടീഷൻ എന്താ ഇപ്പോൾ? നിനക്ക് അയാൾ ഇപ്പോഴും ഇഷ്ടമാണ്? എന്താവാൻ, ഒരു കണ്ടീഷനും ഇല്ല. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടം തോന്നിയ ആളാണ്. ഒരുപാട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ മറക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ചതാണ്. എന്നിട്ടോ ബാക്ക് ടു സ്ക്വയർ വൺ. എങ്ങനെയെങ്കിലുമൊക്കെ പോയിട്ട് അവസാനം അവൻ്റെ അടുത്ത് നിന്ന് എത്തുന്നേ. അതുകൊണ്ട് ഇപ്പം എന്താ, ഞാൻ ചെന്നൈ വരെ എത്തിയില്ലേ. ഇനി ഭഗവാനറിയാം എന്ത് കോപ്പാവാൻ പോകുന്നതെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കമ്മിറ്റഡ് ആവുമെന്നുള്ള സ്വപ്നമൊന്നും എനിക്കില്ല. അതുകൊണ്ടെന്താ ഒരുപാട് വിഷമാവില്ല എന്ന് വിചാരിക്കുന്നു. അയാളെങ്ങാനും ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നാൽ അന്ന് കരയുമ്പോഴേ കൂട്ടിയിരിക്കാൻ തന്നെ. എനിക്ക് നിങ്ങളുടെ ഫ്ലാഷ് ബാക്ക് അറിയാമെങ്കിൽ അതുകൂടി പറ പ്ലീസ്. നിങ്ങളെങ്ങനെ മീറ്റ് ചെയ്തതെന്ന് പറ. നിങ്ങളുടെ ലവ് സ്റ്റോറി കേൾക്കട്ടെ. നിങ്ങളുടെ ലവ് സ്റ്റോറി അല്ല, എൻ്റെ മാത്രം ലവ് സ്റ്റോറി. ഒരു 1 സൈഡഡ് ലവ് സ്റ്റോറി. അവനെ ആദ്യമായിട്ട് കണ്ടതുപോലെ എൻ്റെ മുമ്പിൽ ഇന്നലെ നടന്ന പോലെ എനിക്ക് ഓർമ്മയുണ്ട്. അതുപോലെ ഞാൻ മറന്നിട്ടില്ല. ശരി, എന്തേലാവട്ടെ. അന്നൊരു വൈകുന്നേരമായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എന്തോ ആണെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ കസിനും കൂടി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ആ അങ്കിളിൻ്റെ വീട്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി.
അവിടെ ആരും പരിചയമില്ലാത്തതുകൊണ്ട് തേരാപാറ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഞങ്ങളവിടെ വെറുതെ ഇരുന്നു. കുറേ നേരം ബോറടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആയം വിളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത്. അവനെ പോലെ തന്നെയാണ് ഞാനും അവിടെ അത്രയും ബോറടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അവനെന്നെ ഒരുപാട് നേരം നോക്കിയിരുന്നു. ഞാനും അവനെ തിരിച്ചൊരുപാട് നേരം നോക്കിയിരുന്നു എന്ന് അവന് മനസ്സിലായതുകൊണ്ടായിരിക്കണം അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. मुझे क्या हो गया रब्बा मेरा दिल खो गया रब्बा मुझे क्या हो गया रब्बा मेरा दिल खो गया. ചിരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊന്ന് കണ്ണടച്ചിരുന്നേ നമുക്ക് തോന്നിയതായിരുന്നു പോലും നമ്മൾ ചിന്തിച്ചു പോയിരുന്നു. പക്ഷെ അത് മതിയായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ തോന്നാത്ത ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായി. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ശരിക്കും ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ അത്രയും ഭംഗിയുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. ആ ചിരി, ഇത്രയും ഭംഗിയുള്ള ചിരി ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. അവൻ ഒന്നോട് ചിരിച്ചിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അവനെ നോക്കി തിരിച്ച് ചിരിച്ചു. എൻ്റെ ഇടയിൽ കൂടെ അവിടുത്തെ ആൻറ്റി കേക്ക് കൊണ്ടുവന്നു. ഞാനും എൻ്റെ കസിനും വേണ്ടാന്ന് കുറേ നിർബന്ധിച്ചെങ്കിലും ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞാൽ കേക്ക് കഴിച്ച് നോക്കുമ്പോഴേക്കും അവനവിടെ കാണാനുണ്ടായിരുന്നില്ല. അവിടെ ഒന്നും അവനെ കാണാനില്ല എന്ന് മനസ്സിലാക്കി ഞാൻ എൻ്റെ കസിൻ്റെ കൈയും പിടിച്ചിട്ട് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും അടിച്ചു പറ്റി. അവൻ പോയി എന്നുള്ള നിരാശയിൽ ഞാൻ പുറത്തിറങ്ങി വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് അവനെ ഞാൻ അവിടെ വീണ്ടും ഗേറ്റിൻ്റെ അവിടെ വെച്ച് കണ്ടത്. പക്ഷേ അന്ന് എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കാരണം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവൻ്റെ അനിയത്തിയായിരുന്നു. അവളെ ഞാൻ മുമ്പ് എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്, വേറെ എവിടെ എൻ്റെ സ്കൂളിൽ വെച്ചിട്ട്. എന്നെ മുമ്പ് കണ്ട പരിചയത്തിലായിരിക്കണം. അവൾ ഓടി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് കുറേ സംസാരിച്ചെന്ന് പറഞ്ഞാൽ അതിലെനിക്ക് മനസ്സിലായി അവൾ എന്നെക്കാട്ടിൽ 1 വയസ്സ് ചെറുതായിരുന്നു. പെട്ടെന്ന് അവളെൻ്റെ കൈയും പിടിച്ച് അവൻ്റെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് അവനെന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ ചെയ്ത ആദ്യത്തെ നല്ല കാര്യം. ഈവൻ ദോ അവൻ്റെ സിസ്റ്റർ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും അന്ന് അവൾ ചെയ്ത നല്ല പ്രവൃത്തി ഞാൻ മറക്കില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് പരിചയപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൻ എന്നെക്കാട്ടിലും 3 വയസ്സ് വലുതാണ്. അതായത് അന്ന് ഞാൻ 5-ലും അവൻ 8-ലും. നിനക്ക് ആദ്യത്തെ അവനെ ഇഷ്ടം തോന്നിയപ്പോൾ നീ 5ാം ക്ലാസ്സിലായിരുന്നോ? അതല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞു, ക്രഷ് എന്നൊന്നും പറഞ്ഞ് അപമാനിക്കല്ലേന്ന്. ബിക്കോസ് ദിസ് ഈസ് മൈ വൺ ആൻഡ് ഓൺലി ട്രൂ ലവ്. ഇന്നേക്ക് അപ്രോക്സിമേറ്റ്ലി 9 years ഐ ഗെസ്. അല്ല അന്ന് 2015 ആയിരുന്നു. അതായത് അപ്പോൾ ഈ കൊല്ലം 10 വർഷം കഴിഞ്ഞു. പറയുമ്പോൾ നീ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇതെൻ്റെ ജീവിതമാണ് മോളെ, വിശ്വസിച്ചേ പറ്റൂ. കള്ളം പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ. വിശ്വസിച്ചു. ബാക്കി കൂടി പറ, ഫുള്ള് പറ. ഓ എന്തൊരു ഇൻട്രസ്റ്റ്. ഓക്കെ, അന്ന് ഞാൻ അവസാനമായിട്ടാണ് കണ്ട അവനെ അങ്ങ. അതിനുശേഷം ഞാൻ സ്കൂളിൽ കുറേ തേരാപാരം നടന്ന് അവനെ കണ്ടുപിടിക്കാനൊക്കെ നോക്കിയെങ്കിലും ഞാൻ കണ്ടില്ല ആക്ച്വലി. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, അത് ഞാൻ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഓട്ടോയിലായിരുന്നു. ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓട്ടോ പോലെ വേറൊരു ഓട്ടോ കൂടി ഉണ്ടായിരുന്നു, ആ കോളനിക്ക് വരുന്ന ഒരു ഓട്ടോ.
അപ്പോൾ ഞാൻ ഒരു ദിവസം ഉച്ചവരെ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ലൈക്ക് എൻ്റെ ഓട്ടോയിൽ ആ കോളനിക്ക് പോകുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ അങ്കിളിന് അതുവരെ വൈകി പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ എന്നെ ഒരു വേറെ ഈ അങ്കിളിന് പരിചയമുള്ള വേറെയുള്ള ഓട്ടോയിലേക്കാക്കി. അന്നത്തേക്ക് മാത്രം. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാൻ അന്ന് പോയ ഓട്ടോ തേജസിൻ്റെ ഓട്ടോ ആയിരുന്നു. ജീവിതത്തിൽ ഇന്ന വരെ ഇല്ലാത്ത സന്തോഷമായിരുന്നു അന്ന് എനിക്ക്. നേരത്തെ കണ്ടുള്ള പരിചയമായതുകൊണ്ടായിരിക്കും അവൻ എന്നെ നോക്കി ചിരിച്ച് ഹായ് പറഞ്ഞു. അതായിരുന്നു അന്ന് അവൻ എന്നോട് അവസാനമായിട്ട് പറഞ്ഞത്. അന്ന് ആ ദിവസം വേറൊന്നും മിണ്ടിയില്ല. പിന്നെ എനിക്കും അന്ന് ചാടിക്ക് യാതൊരു കുറവില്ലാത്തതുകൊണ്ട് ഞാനും കുറേ പട്ടിഷോട്ടിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് പറ്റാവുന്ന വിധം അന്ന് ഞാൻ ഒരുപാട് അവനെ വായി നോക്കി. പിന്നെ അവൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് അവളെന്നോട് ഒരുപാട് സംസാരിച്ചു. അങ്ങനെ അന്നും കൂടി കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ക്ലോസായി. അവനല്ല, ഞാൻ അവളുടെ സിസ്റ്റർ. പിന്നെ ആ ഓട്ടോയിലേക്ക് എന്നെ ആക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് വാശി പിടിച്ചു. എന്നിട്ട് നടന്നില്ല. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. ഞാൻ 6th അവൻ 9th. ആ വർഷം ഞാൻ അവനെ കുറച്ചധികം കണ്ടുള്ളൂ. ഇനി സ്കൂളിൽ വെച്ച് അവിടെ ഇവിടെയും വെച്ച് കാണും, ഹായ് പറയും, അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സുപ്രഭാതത്തിൽ എൻ്റെ ഓട്ടോമാൻ പറയുന്നത് പുതിയ 2 പേര് നമ്മുടെ ഓട്ടോയിൽ വരുന്നുണ്ട്. ബിക്കോസ് കഴിഞ്ഞ ആഴ്ച എന്തോ 2 ട്വിൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓട്ടോയിൽ. അവർ പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓട്ടോക്കാരെന്താ ചെയ്യുക, 2 പേര് പോയാൽ 4 പേരെ പിടിച്ച ഓട്ടോയിൽ. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് 2 പേര് വരുന്നു എന്ന് പറഞ്ഞു. ആരാ? അതെ, എൻ്റെ ജീവിതത്തിൽ 2ാമത്തെ ലെഡ് പൊട്ടലായിരുന്നു അത്. അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. പക്ഷേ അതിനേക്കാട്ടിലും മനോഹരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ 2 പേരും ഞങ്ങളുടെ ഓട്ടോയിൽ വന്നതിന് എൻ്റെ ഓട്ടോയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഒരുപാട് ക്ലോസ് ആയിട്ട്. ഓൾമോസ്റ്റ് ലൈക്ക് എ ഫാമിലി. അവനോട് ക്ലോസ് ആവുന്നതിനേക്കാട്ടിലും കൂടുതൽ ഞാൻ അവൻ്റെ സിസ്റ്ററിനോട് ക്ലോസ് ആയി. അങ്ങനെ ഞങ്ങളുടെ ബോണ്ട് നല്ലോണം കൂടി. അവനെന്നെ ഒരുപാട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അവനോട് ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ ഓട്ടോയിൽ വന്നില്ലെങ്കിൽ അടുത്ത ദിവസം എന്താ വന്നില്ല എന്ന് ചോദിക്കാൻ തുടങ്ങി. എൻ്റെ വീട്ടിലേക്ക് വരാൻ തുടങ്ങി. അപ്പോഴേക്കും മനസ്സിലായി ഞങ്ങൾ 2 പേരും ഇതേ ഏരിയയിലാണ് താമസിക്കുന്നത്. കുറച്ച് അപ്പുറത്തെ വീടുകളാണെന്നൊക്കെ. ഒരുപാട് അടുത്തല്ല, കുറച്ച് ദൂരം. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സംസാരിച്ച് ഞങ്ങൾ നല്ലോണം ക്ലോസ് ആയി. അങ്ങനെ അവൻ +2 പോകുന്ന വരെ അവനെൻ്റെ ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ഈ കാലം കൊണ്ട് എനിക്ക് അവനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുന്നല്ലാതെ കുറഞ്ഞതേയില്ല. അങ്ങനെ 8th ഞാൻ എത്തിയപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി. അതായത് ഇതൊരു നടക്ക് പോകില്ല, ഇത് ജസ്റ്റ് ക്രഷ് അല്ല എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. എന്റെ നെഞ്ചാകെ എന്റെ ഉന്മാദം നിന്നെ അറിയാൻ നിറയാൻ ഒഴുകി ഒഴുകി ഇന്നുമെന്നും ഒരു അങ്ങനെ 8th ഞാൻ എത്തിയപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായി. അതായത് ഇതൊരു നടക്ക് പോകില്ല, ഇത് ജസ്റ്റ് ക്രഷ് അല്ല എന്നൊക്കെ എനിക്ക് തിരിച്ചറിയാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ കുറേ ചീറ്റലും പൂട്ടലൊക്കെ ഉണ്ടായി. എൻ്റെ ഇഷ്ടം ഞാൻ അവനോട് തുറന്നു പറഞ്ഞിട്ടില്ല, വേറെ കുറേ കാര്യങ്ങളായിട്ട്. പക്ഷെ അവൻ 12th കഴിഞ്ഞ് ഓട്ടോന്ന് പോയപ്പോഴാണ്, സ്കൂളിൽ തന്നെ പോയപ്പോഴാണ് എൻ്റെ ലൈഫ് ശരിക്കും ഇങ്ങനെ ഭയങ്കര വോയിഡായത്. എംപ്റ്റി ആയി. ഞാൻ അവനെ ഒരുപാട് മിസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ പോകാനുള്ള ഇൻട്രസ്റ്റ് പോയി. പക്ഷെ അതൊന്നും വീട്ടിൽ കാണിക്കാൻ പറ്റില്ലല്ലോ, എന്നെ തല്ലിക്കൊല്ലില്ലേ. അതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ ഡെസ്പായി. എൻ്റെ ഫ്രണ്ട്സ് എന്നെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരോട് എനിക്ക് തുറന്നു പറയാതെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തുറന്നു പറയേണ്ടി വന്നു.
അങ്ങനെയൊക്കെ പോയി 12th കഴിഞ്ഞു. അവൻ പോയി ചെന്നൈക്ക് പോയി എന്ന് അറിഞ്ഞു. പിന്നെ ഞങ്ങൾ കോണ്ടാക്റ്റ് വയ്ക്കുമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കും. അതല്ലാതെ വേറെ അതിന് ശേഷം ഞാൻ അവനെന്തോ ഒറ്റവട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഉറപ്പിച്ചു അവൻ പഠിക്കുന്ന അതേ കോളേജിൽ വരണം. അങ്ങനെ ഞാനിതാ ഇവിടെ എത്തി. ഇതാണ് എൻ്റെ ബാക്ക് സ്റ്റോറി. ഇത് കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? എൻ്റെ രീതി എനിക്ക് ഇത്ര ആത്മാർത്ഥത ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. എനിവേ ഐ എം സോ പ്രൗഡ് ഓഫ് യു മൈ ഗേൾ. അതെ പ്രൗഡാവാൻ പറ്റിയ കാര്യമാണ്. ശരി, നമ്മളിത് കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കണോ? എനിക്ക് വിശന്നിട്ട് പോയാവാ. നമുക്ക് മെസ്സിലോട്ട് പോയിട്ട് വല്ലതും ഞണ്ണാൻ കിട്ടുമോ നോക്കാവാ. വരുന്നില്ല, ഇങ്ങോട്ട് വാ. പിന്നെ ഫുഡ് മുക്കുമ്പോഴേ വാ നടക്ക്. ഇത്രയും നേരമായിട്ട് വല്ലതും കിട്ടുമോ? പപ്പടത്തിൻ്റെ പൊടിയെങ്കിലും കിട്ടിയാൽ മതിയോ? നോക്ക് മണ്ണൊക്കെ വല്ല കരിനാക്കുണ്ടോ? അതെങ്ങാനും ഉണ്ടെങ്കിൽ മിണ്ടാതെ വായടിച്ചിരിക്കും. വിശന്നിട്ട് കണ്ണു കാണാൻ പാടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഹോസ്റ്റലിൽ പോയിട്ട് പോയി. ഭാഗ്യത്തിന് ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം നോർമലായി കഴിഞ്ഞു പോയി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് അവനെ എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് അവനെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം ബ്ലാ 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 എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് വയ്യ. ഒരു ദിവസം കൊണ്ട് എങ്ങനെയായി 30 പേജിൻ്റെ റിസർച്ച് പേപ്പർ എഴുതി തീർക്കാൻ പോണ്. ഇതിന് പോരാ അത് ChatGPT ഉപയോഗിക്കാമല്ലോ, ജെമിനി ഉപയോഗിക്കാമല്ലോ, AI ടെസ്റ്റ് ചെയ്യും. ഈ ലൈബ്രറിയിൽ ഈ ബുക്കൊക്കെ തപ്പിപ്പിടിച്ച് എടുക്കാൻ തന്നെ 1/2 മണിക്കൂർ പോയി. 3 മണിക്കൂർ പോയി. ഇതിന് പുറമെ ഇതുകൊണ്ട് എഴുതി ഇത് കൊണ്ടുപിടിച്ച് ആ തലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി ആദ്യം ഉണ്ടാക്കേണ്ടി വരും. എനിക്ക് വയ്യ, ഒടുക്കത്തെ ഭാരമാണിത്. പിന്നെ ടീച്ചറേയും പ്രാഗ്തി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് മനസ്സിലായി അവളുടെ കയ്യിൽ നിന്ന് ബുക്ക് ഇപ്പം എല്ലാം കൂടി നിലത്ത് വീഴുന്നു. അപ്പോഴേക്കും അല്ല ഇതെവിടൊക്കെ ഈ ബുക്കൊക്കെ ആയിട്ട് തതയ്ക്കപ്പോഴത്തേക്കാണ് പോകുന്നത്? ചേട്ടാ ചേട്ടൻ എപ്പോഴാണ് വന്നത്? എൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഞാൻ ഇത്ര നേരം ക്യാൻറ്റീനിലായിരുന്നു. ഇപ്പം ഞാൻ തിരിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് നിന്നെ കണ്ട്. ഇത് ഒരുപാടുണ്ടല്ലോ, വെറുതെ അല്ല മഴ പെയ്യുന്ന പോലെ തോന്നുന്നത്. മഴയ്ക്ക് പോലും നീ നന്നാവുന്നത് കാണുമ്പോൾ പറ്റുന്നില്ല തോന്നുന്നു. പിന്നെ അതെന്താ, എനിക്ക് നന്നായിക്കൊള്ളാം. അവൻ അവളുടെ കയ്യിൽ നിന്ന് ബുക്കൊക്കെ പിടിച്ച് വാങ്ങി അവൻ്റെ കയ്യിൽ പിടിച്ചു. നന്നായിക്കോ നിന്നേക്കോ, ഇത് എത്ര ദിവസത്തേക്കാന്ന് മാത്രം നോക്കിയാൽ മതി. ഹലോ, ഇയാളിപ്പോൾ എന്താ ഇങ്ങോട്ട് വന്നത്? സഹായിക്കാനാണോ അതൊട്ട് ഊക്കാനോ? ഞാൻ ഇയാളുടെ സഹായം ഒന്നും ചോദിച്ചില്ലല്ലോ. ആ ബുക്കൊക്കെ ഇങ്ങോട്ട് താ. അമ്മ ഇത്രയ്ക്ക് ചാട്, എന്നാ നീ തന്നെ പിടിച്ചോ. എന്നാ അവൻ അത്രയും ബുക്ക് വീണ്ടും അവളുടെ കയ്യിലേക്ക് പിടിച്ചു. അതൊക്കെ അവളുടെ കയ്യിൽ നിന്ന് വീണ്ടും നിലത്ത് വീണു. ദുഷ്ട, പോടാ. പോടാന്നോ? നിനക്കിപ്പോ തീരെ അനുസരണ ഇല്ലാതെ വരുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ അനുസരണ പഠിപ്പിക്കാൻ വന്നിട്ടില്ല, അതിന് താൻ പോയി നന്നായിട്ട് വാ കേട്ടാ. പിന്നെ ഒരു മാന്യം വന്നിട്ടില്ല. എടി എടി എടി, എനിക്ക് എന്താടി ഒരു അനുസരണയ്ക്ക് കുഴപ്പം? ഞാൻ എന്താ മാന്യനല്ലേ? പിന്നെ വലിയ മാന്യം വന്നിക്കുന്നു. താനല്ലേ 2 മാസം മുമ്പ് ആരുടെയോ കൈയും കാലൊക്കെ തല്ലുപിടിച്ചേ? ഞാനെല്ലാം അറിയുന്നുണ്ട്. കൂട്ടുകാരി അപ്പോഴേക്കെല്ലാം നിന്നെ അറിയിച്ചു അല്ലേ? അതെ, അവളെൻ്റെ കൂട്ടുകാരിയാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം അറിയാം. അത് പിന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ നമ്മൾ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ വന്നിട്ട് അവന്മാർക്ക് കള്ളു കുടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ജീവനോടുള്ള വരെ അതിന് ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ വന്നാൽ ചിലപ്പോൾ 2 കാലും കൈയൊക്കെ ഒടിഞ്ഞു നേരും. അതൊക്കെ അതിൻ്റെതായ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുക്കണം. പിന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ കാര്യമൊന്നും പറയണ്ട. സ്കൂളിൽ കിടന്ന് എത്രമാത്രം അടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കണക്ക് പറയണ്ടല്ലോ. ഫുട്ബോൾ മാച്ച് തോറ്റ അടി, ജയിച്ച അടി, ക്യാൻറ്റീനിൽ പോയിട്ട് ഫുഡ് കിട്ടിയില്ലെങ്കിൽ അടി, കിട്ടിയാലും അടി, 5 മിനിറ്റ് വൈകിയാൽ അതിനും അടി, ഏതോ ചെക്കൻ്റെ എന്താ സൈക്കിളിലെ കാറ്റ് കളഞ്ഞു എന്നും പറഞ്ഞ് അതിന് അടി. എന്തിനൊക്കെയാ ഇയാൾ അടി ഉണ്ടാക്കിയിരിക്കുന്നത്?
എന്നിട്ട് വലിയ സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാന്യം കളിക്കാൻ വന്നിരിക്കുന്നു. ഈ സമയം കൊണ്ട് അവൾ നിലത്ത് വീണ ബുക്കൊക്കെ അവൻ വീണ്ടും എടുത്ത് അവൻ്റെ കൈ പിടിച്ച് അവളുടെ കൂടെ നടക്കാൻ തുടങ്ങി. ശരി, അതൊക്കെ പോട്ടെ. അല്ല, ഇതെങ്ങോട്ടാ? ക്ലാസ് ചെയ്യുന്നില്ലേ? ഫ്ലാഷിക്കാണോ? അല്ല, ഞങ്ങളിവിടെ അടുത്ത് ടർഫ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാത്സ് ഉണ്ട്. അതിനു മുമ്പ് 2 ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിൽ പോയതാണ്. പക്ഷെ കുടിച്ചില്ല, അതുകൊണ്ട് എന്തിനും പുറത്ത് പോയി കുടിക്കാം. ഈ കളിക്ക് ഇപ്പോഴും യാതൊരു കുറവുമില്ലല്ലേ? കൊള്ളാം. പിന്നെ അതിനെന്ത് മാറ്റം വരാനാണ്? ശരി, എന്നാ എൻ്റെ ഹോസ്റ്റലിലെത്തി. ഞാൻ ഉള്ളിൽ പോട്ടെ. ഈ ബുക്കൊക്കെ പിടിച്ചെൻ്റെ കൂടെ വന്നതിന് താങ്ക് യു. ഓ മാഡം, യു വെൽക്കം. പിന്നെ 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 വേറൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. മടി കാണിക്കണ്ട. ഏത് പാതിരാത്രി ആണെങ്കിലും പ്രശ്നമില്ല. കേട്ടല്ലോ? വിളിക്കാം. അവൻ ആ ബുക്കൊക്കെ എടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ചെടുത്തു. എന്നിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഇവിടെയുള്ള എല്ലാവരും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു വന്നെ. ഓക്കെ? അവൾ അവനെ നോക്കിക്കൊണ്ട് ഒരു മിനിറ്റ് അങ്ങനെ നിന്നു. ഞാൻ കേട്ടല്ലോ, ഞാൻ വിളിച്ചോളാം. ശരി ശരി, ഇപ്പൊ പൊക്കോ, ഇരുട്ടാവരല്ലേ. വണ്ടി സൂക്ഷിച്ചു ഓട്ടിക്കണേ. ബൈ. ആ ശരി, ഞാൻ പോയിട്ട് വരാം. നോക്കിയേക്കെ. അതും പറഞ്ഞ് അവൻ അവിടുന്ന് തിരിഞ്ഞു നടന്നു. അവൻ്റെ ദൃശ്യം അവളുടെ കണ്ണെന്ന് മായുന്നവരെ അവൾ അവനെ നോക്കിക്കൊണ്ടേയിരുന്നു. അവൻ അവിടുന്ന് പോയതിനു ശേഷം അവൾ പതുക്കെ തിരിഞ്ഞ് ഹോസ്റ്റലിലേക്ക് നടന്നു. അവളുടെ കണ്ണ് ചെറുതായി നനഞ്ഞിരുന്നു. ഓരോ ദിവസം കൂടുമ്പോഴും അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടുവരികയാണ്. അതവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, എന്നാൽ സന്തോഷിപ്പിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ അവൾ കണ്ണുകൾ മുറുക്കെ അടച്ചു, കണ്ണീര് പുറത്തൊഴുകി വീഴാതിരിക്കാൻ വേണ്ടി. നിങ്ങൾ എന്നോട് കാണിക്കുന്ന കെയർ എന്തർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കത് ഒരു അർത്ഥത്തിൽ എടുക്കാൻ പറ്റും. പക്ഷെ അത് ഞാൻ മാത്രം ചിന്തിക്കുന്നതാണെങ്കിൽ പിന്നീട് ഞാൻ ഒരുപാട് തോർത്ത് ദുഃഖിക്കേണ്ടി വരും. എനിക്കറിയാം, വേറെ വഴിയില്ല. എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ടാ. ഇതൊക്കെ എങ്ങനെയും അവസാനം ഭംഗിയെ നടന്നാൽ മതിയായിരുന്നു.